ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഓൾഡ് ഡ്രസ്സൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ന്യൂ ലുക്ക് കൊടുത്താലോ. അപ്പോൾ അതുപോലത്തെ രീതിയിൽ നമ്മൾ നല്ല രസത്തിലാക്കി തീർത്ത 2 ഡ്രസ്സിൻ്റെ മോഡൽസൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിലും ഇതുപോലെ സ്റ്റോക്കൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു ന്യൂ ലുക്കാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒരു പുതിയൊരു ലുക്കായിട്ട് ഫീൽ ആവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഷോൾ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടി വെയർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ പ്ലെയിൻ ഷോൾ ആയിരുന്നു കേട്ടോ ഇത്. എന്നിട്ട് നമ്മളിപ്പോൾ ഇതൊന്ന് നേർപകുതിയാക്കിയിട്ട് അപ്പോൾ ലെങ്ത്ത് ഫുള്ളായിട്ട് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ബാക്ക് പോർഷൻ്റെ ഫുള്ളായി ലെങ്ത്ത് എടുത്തു, ഫ്രണ്ട് പോർഷന് മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മൾ ഷാളിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാൻറ്റിൻ്റെ ആ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ പീസ് നമ്മളിപ്പോൾ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായി. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്ലീവാണ്. സ്ലീവ് നമ്മൾ പാൻറ്റിൽ നിന്ന് തന്നെ കിട്ടിയത് കേട്ടോ. അപ്പം അങ്ങനെ പാൻറ്റും ഷോളും വെച്ചിട്ട് നല്ലൊരു ആലിയ കട്ട് പാർട്ടി വെയർ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പേളൊക്കെ വെച്ചിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ നെക്കിലും സ്ലീവിലും ആയിട്ട് ലീഫ് ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ലുക്കായിട്ടുണ്ടായിട്ട് അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ഒരു റെഡിമെയ്ഡായിട്ട് നമ്മൾ എടുത്ത ഒരു ഫ്രോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ സാധാ ഒരു നോർമൽ ഫ്രോക്ക് എന്ന് പറയാം. അപ്പോൾ കുഞ്ഞുഞ്ഞ് ഫ്ലീറ്റായിട്ട് ഉള്ളൊരു ഫ്രോക്ക്, സാധാ ഒരു സിമ്പിൾ ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ പാലിയ കട്ടിൻ്റെ ആ ഒരു കട്ടിങ് തന്നെ കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്ത് നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റിച്ച് മൊത്തത്തിൽ തന്നെ വിടുത്തിയെടുത്തതിൻ്റെ ശേഷം നമ്മളിപ്പോൾ ഒന്ന് ഷേപ്പാക്കിയിട്ട് ആലിയ കട്ടിൻ്റെ രീതിക്ക് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴത്ത് വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മളിപ്പോൾ ഇവിടെ ഓപ്പണും കൂടെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ 2 വശത്തും നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി തന്നെ ആയി. അപ്പോൾ ഒരു വേറൊരു ലുക്കായില്ലോ. പിന്നെയെന്ന് വെച്ചാൽ പാൻറ്റ് കാണും ചെയ്യാം. അങ്ങനെ ആയിട്ട് നമ്മളിപ്പോൾ സ്റ്റൈലാക്കി കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വരുന്നത് ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത്. അപ്പോൾ താഴത്തെ പോർഷന് ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും മുകളിലത്തെ പോർഷനിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കൊരു നല്ലൊരു ലുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് നമ്മളിപ്പോൾ വൈറ്റ് പാൻറ്റ് കൂടെയാണ് പെയർ ചെയ്തത്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ലൊരു ഐഡിയ തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടുതലായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ.